നമ്മുടെ രാജ്യത്ത് ഗ്യാരണ്ടി കിട്ടിയത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ 10 ലക്ഷം കോടിയോളം രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കേമത്തമായി പറയുകയും ഏക സിവിൽ കോഡ് അടക്കമുള്ള അജണ്ട മുൻനിർത്തി രാജ്യത്ത് ധ്രുവീകരണത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്ന BJP പ്രകടന പത്രികയുടെ ജനകീയ വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക. പ്രകടന പത്രികയിൽ സ്വീകരിച്ച അതേ കാപട്യ സമീപനമാണ് BJP കേരളത്തോട് ഒരു സംസ്ഥാനമെന്ന നിലക്ക് നിരന്തരം സ്വീകരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയ 2 പ്രസംഗങ്ങളിലും അതാണ് കണ്ടത്. ഒരു വിഷയം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി കിട്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതായി കേട്ടത്. കേരളത്തിന് തിരിച്ചടിയാണോ ഉണ്ടായത്? ഭരണഘടനയിലെ 293(3) വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിനുമേൽ കടന്നു കയറിയത്. കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിങ് ആയി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്. കേന്ദ്ര സർക്കാരിന് കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇത്തരം ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തുന്നില്ല. അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടുള്ളത്. ഈ നിലപാടിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 പ്രകാരം സംസ്ഥാന കടമെടുപ്പ് പൂർണ്ണമായും നിയമസഭയുടെ അധികാരപരിധിയിലുള്ളതാണ്. ഇതിൽ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള കേന്ദ്രത്തിൻ്റെ അധികാരപ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതാണ് കേരളം സുപ്രീം കോടതി ഉന്നയിച്ച കാതലായ വാദം. വായ്പയെടുക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കേന്ദ്രം ചെലുത്തുന്ന നിയന്ത്രണാധികാരങ്ങൾക്കുമേൽ അത് കൃത്യമായി വിശദമായി പരിഗണിക്കണം എന്നതാണ് നാം ആവശ്യപ്പെട്ടത്. അത് പൂർണ്ണമായി സുപ്രീം കോടതി അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലയാണ്, സുപ്രീം കോടതി കടക്കാത്ത മേഖലയാണ്, ആ വിഷയം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അങ്ങനെയൊരു വിധി എങ്ങനെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയായി മാറുന്നത്? സംസ്ഥാനത്തിൻ്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കണം. അതിന് 5 അംഗ ഭരണഘടനാ ബെഞ്ച് വേണം. ഇതേവരെ സുപ്രീം കോടതി കടക്കാത്ത മേഖലയാണിത്, നിലപാടെടുക്കാത്ത മേഖലയാണ്. അത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതി കണ്ടത്. അപ്പോൾ ഇതിൽ എവിടെയാണ് സംസ്ഥാനത്തിന് തിരിച്ചടി?
ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് സംസ്ഥാനം ഉന്നയിച്ച വിഷയങ്ങൾ എത്തുമ്പോൾ കേരളത്തിൻ്റെ കേസിന് പുതിയ മാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കൈവരികയാണ്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വാർത്ത സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങളെന്താണ് സംസ്ഥാനങ്ങളുമായി കണ്ടസ്റ്റ് ചെയ്യുകയാണോ എന്നാണ് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത്. അത് കേരളം വന്നതിൻ്റെ തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങൾ കൂടി വരുമ്പോഴാണ് ആ ചോദ്യം കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചത്. അപ്പോൾ രാജ്യത്തെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച നിർണായകമായ കേസായി കേരളത്തിൻ്റെ വാദങ്ങൾ മാറുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ 10,000 കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. അത് സുപ്രീം കോടതി അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന് തിരിച്ചടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത്.